2025 തുടക്കം മുതൽ ഇക്കഴിഞ്ഞ മാസം വരെ കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദമാണ് സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ പിന്നോട്ടടിച്ചത്. രാഹുലിനെ പൂട്ടാൻ പിണറായിയുടെ പോലീസ് പഠിച്ച പണി 18 നോക്കിയിട്ട് നടന്നില്ല. എന്നാൽ ഈ വിവാദം കോൺഗ്രസിന്റെ കെട്ടുറപ്പിനെ കാര്യമായി ബാധിച്ചു. ഇതിന് പിന്നാലെ LDF സർക്കാരുമായി അകന്നു നിന്നിരുന്ന NSS പിണറായി വിജയന് കൈകൊടുക്കാൻ തീരുമാനിച്ചതും കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ച ഘടകമാണ്. പിണറായിക്ക് കൈകൊടുത്തു എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ കണക്കിന് വിമർശിക്കാനും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മറന്നില്ല. സംസ്ഥാനത്തെ ഏറ്റവും പ്രബലമായ സമുദായ സംഘടനകളാണ് SNDPയും NSSും. ഈ രണ്ട് സംഘടനകളും പരസ്യമായി LDFനൊപ്പം ആണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ സംസ്ഥാനത്തെ കോൺഗ്രസ് പൂർണ്ണമായും പ്രതിരോധത്തിലായി. ഈ തളർച്ച മുതലാക്കാൻ CPMന് ഇനി എളുപ്പം സാധിക്കും. ഇത് മുൻകൂട്ടി കണ്ട് ഇപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസിനെ പൂർണ്ണമായും നിയന്ത്രിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി. മുസ്ലിം ലീഗിന്റെ ഇടപെടലാണ് AICCയെ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. ഈ രീതിയിൽ കോൺഗ്രസിനൊപ്പം നിന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഏറ്റുവാങ്ങുമെന്ന് ചിന്ത മുസ്ലിം ലീഗിനെ അലട്ടുന്നുണ്ട്. ഇതോടെയാണ് ലീഗ് ഹൈക്കമാൻഡിനെ സമീപിച്ചത്. സംസ്ഥാന കോൺഗ്രസിനെ അങ്ങ് തന്നെ നിർത്തി ഹൈക്കമാൻഡ് നിയോഗിക്കുന്ന നേതാക്കന്മാർക്ക് കേരളത്തിന്റെ ചുമതല നൽകണമെന്നും അവർ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെയും മുന്നണിയെയും നയിക്കട്ടെ എന്നുമാണ് ലീഗ് പറയുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള ദീപ ദാസ് മുൻഷി ചുരുങ്ങിയത് മാസത്തിൽ 15 ദിവസമെങ്കിലും കേരളത്തിൽ തങ്ങുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. AICC സെക്രട്ടറിമാരായ PV മോഹൻ, വിശ്വനാഥ പെരുമാൾ MP എന്നിവരും കേരളത്തിലുണ്ടാകും. കഴിവുകേടും പരസ്പരം ഏറ്റുമുട്ടലും അലങ്കാരമാക്കിയ സംസ്ഥാന നേതൃത്വത്തെ മാറ്റി നിർത്തി ഹൈക്കമാൻഡ് നേരിട്ട് നിയന്ത്രിക്കണമെന്ന് നേരത്തെ തന്നെ ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. ഒരു ഘട്ടത്തിൽ സംസ്ഥാന കോൺഗ്രസിനെ നിയന്ത്രിച്ചിരുന്ന VD സതീശന്റെ പിടി അഴിഞ്ഞതോടെയാണ് ലീഗ് കടുത്ത തീരുമാനങ്ങളിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള ഒരു വർത്തമാനവും പറയേണ്ടെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഹൈക്കമാൻഡിന്റെ താക്കീതുണ്ട്. സതീശനെ മാറ്റി താൽക്കാലികമായി രമേശ് ചെന്നിത്തലയെ മുന്നിൽ നിർത്താനാണ് തീരുമാനം. ജില്ലകളിൽ നേതൃയോഗങ്ങൾ വിളിച്ചും അതത് ദിവസത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പ്രതികരിച്ചും ചെന്നിത്തല കൂടുതൽ സജീവമായി നിർത്തുവാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് നേതൃമികവില്ലെന്നാണ് വിലയിരുത്തലും ലീഗിനുണ്ട്. പുതുനിര നേതാക്കളായ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റു പാർട്ടിയെ പ്രതിസന്ധിയുടെ പടുകുഴിയിലാക്കി എന്ന വിമർശനവും വന്നു കഴിഞ്ഞു. KPCC DCC പുനഃസംഘടന സംബന്ധിച്ചും ദീപ ദാസ് മുൻഷി ധാരണയാക്കിയിട്ടുണ്ട്. ഭാരവാഹികളെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. KPCC ഓഫീസ് അനാഥമാണെന്നും നേതാക്കൾ പറയുന്നു.